കാലുകളുടെ ആംഗിൾസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയുന്നതിനും കാലുകളുടെ ആംഗിൾസിനെ ശക്തിപ്പെടുത്തുന്നതിനും സഹായകമായ സിമ്പിളായ ഏതാനും എക്സസൈസുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആംഗിൾ ജോയിന്റുകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബോഡി ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കാലുകളുടെ ആംഗിൾ ജോയിന്റ്. അതുപോലെ തന്നെ സ്ലിപ്പറി ആയിട്ടുള്ള സർഫസുകളിൽ പെട്ടെന്നുള്ള വീഴ്ചകളെ തൊട്ട് തടയുന്നതിലും ആംഗിൾ ജോയിന്റ് മുഖ്യമായ ഒരു പങ്ക് വഹിക്കുന്നു. സാധാരണയായി 4 രീതിയിലുള്ള ഇഞ്ചുറീസാണ് ആംഗിൾ ജോയിന്റിൽ കണ്ടുവരുന്നത്. ഒന്ന് ലെഗ്മെന്റുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസ്, ഒന്ന് ടെൻഡനുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസ്, അതുപോലെ തന്നെ മസിലുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസ്, പിന്നെ നമ്മുടെ എല്ലുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസ്. കായിക താരങ്ങളിൽ കണ്ടുവരുന്ന ഇഞ്ചുറീസ്, ആംഗിൾ ജോയിന്റ് ഇഞ്ചുറീസ് ലെഗ്മെന്റുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസാണ്. അതായത് ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോൾ ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കായിക താരങ്ങളിൽ പെട്ടെന്നുള്ള വീഴ്ചകളെ തുടർന്നുണ്ടാകുന്ന ആംഗിൾ ജോയിന്റ് ഇഞ്ചുറീസ് ലെഗ്മെന്റ് ഇഞ്ചുറീസ് ആണ് സാധാരണയായി കണ്ടുവരാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എക്സസൈസിലൂടെ നമുക്ക് നമ്മുടെ കാലിൻ്റെ ആംഗിളുകളെ കൂടുതൽ ശക്തിപ്പെടുത്താനും ആംഗിൾ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും സാധിക്കും. വീടുകളിലായാലും ജിമ്മുകളിലായാലും വളരെ ലളിതമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ പരിശീലിക്കാവുന്നതാണ് ഈ എക്സസൈസുകൾ. ഞാൻ സിൽജു മുഹമ്മദ്. ഐ ആം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ കൈറോപ്രാക്ടർ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസുകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതിന് പ്രത്യേകം മെഷീനറീസിന്റെ അല്ലെങ്കിൽ പ്രത്യേകം സംവിധാനങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഒരു റെസിസ്റ്റന്റ് ബാൻഡാണ് ആവശ്യം വരുന്നത്. പിന്നെ ജിമ്മിൽ ആണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പർ ഉപയോഗിക്കാം. വീടുകളിലാണെങ്കിൽ ഒരു പില്ലോ അല്ലെങ്കിൽ കാല് കുറച്ച് മുകളിലേക്ക് ഉയർത്തി വെക്കാൻ പറ്റിയ ഒരു ഫോം റോള് ഉപയോഗിക്കാം. ഡോർസി ഫ്ലെക്ഷൻ ചെയ്യുമ്പോൾ മാക്സിമം റേഞ്ച് ഓഫ് മോഷൻ കിട്ടത്തക്ക രീതിയിൽ ഇറങ്ങിയിരിക്കുക. പിന്നീട് ബാൻഡ് കാലിലിട്ട ശേഷം പതിയെ ആംഗിൾ സ്ട്രെച്ച് വരത്തക്ക രീതിയിൽ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക. ഒരു 15 അല്ലെങ്കിൽ 20 റിപ്പീറ്റേഷൻ വെച്ച് 2-3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻവേർഷൻ ചെയ്യുമ്പോൾ കാലിൻ്റെ മുട്ട് 90 ഡിഗ്രിയിൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻവേർഷൻ എന്ന പേര് പോലെ തന്നെ ആംഗിൾസ് ബാൻഡ് വെച്ച് ടൈറ്റ് ചെയ്ത ശേഷം അകത്തേക്ക് 15 അല്ലെങ്കിൽ 20 റിപ്പീറ്റേഷൻ 3 സെറ്റ് മൂവ് ചെയ്യുക. എവേർഷൻ എന്ന പേര് കേൾക്കുമ്പോൾ അറിയാം ഇൻവേർഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന്. ഇൻവേർഷനിൽ എന്ന പോലെ തന്നെ ഇരുന്ന് ആംഗിൾസ് ടൈറ്റ് ആക്കിയ ശേഷം കാലുകൾ പുറത്തേക്ക് മൂവ് ചെയ്യുക. ഒരു 15 അല്ലെങ്കിൽ 20 റിപ്പീറ്റേഷൻ 3 സെറ്റ് ചെയ്യുക. ഹീൽ റൈസസ് നമുക്ക് ഒരു കാല് വെച്ചും 2 കാല് വെച്ചും ചെയ്യാവുന്ന എക്സസൈസ് ആണ്. സ്റ്റെപ്പർ പോലെയുള്ള ഒരു ഉയർന്ന പ്രതലത്തിൽ കയറി നിന്ന് ആംഗിൾസ് നല്ലപോലെ സ്ട്രെച്ച് വരത്തക്ക രീതിയിൽ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക. ഒരു 15 അല്ലെങ്കിൽ 20 റിപ്പീറ്റേഷൻ വെച്ച് 3 സെറ്റ് ഇരുകാലുകളും ചെയ്യുക. ആംഗിൾ സ്ട്രെങ്ത്തിന് പറ്റിയ ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ് ഹീൽ റൈസസ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് വീടുകളിലോ അല്ലെങ്കിൽ ജിമ്മുകളിലോ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റിക് ബാലൻസിങ് എക്സസൈസ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. കണ്ണുകൾ അടച്ചു പിടിച്ചും ചെയ്യാം, അതുപോലെ തന്നെ കണ്ണുകൾ തുറന്നു പിടിച്ചും ചെയ്യാം. ഹാർഡ് സർഫസിൽ എന്ന പോലെ തന്നെ സോഫ്റ്റ് സർഫസും പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് സോഫ്റ്റ് സർഫസിന് വേണ്ടി ഒരു ബാലൻസിങ് ബോളോ അല്ലെങ്കിൽ ഒരു പില്ലോയോ ഉപയോഗിക്കാം. ആംഗിൾ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുവാൻ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ് സ്റ്റാർ റീച്ചസ്. ഫ്ലോറിൽ സ്റ്റാർ പോലെ ഒരു ഡയഗ്രാം ഒരു ചോക്ക് ഉപയോഗിച്ചോ ഒരു മാർക്കർ ഉപയോഗിച്ചോ മാർക്ക് ചെയ്യുക. ഇഞ്ചുറി ആയ ലെഗ് സെന്ററിൽ ഉറപ്പിച്ചു നിന്ന ശേഷം മറ്റേ കാല് ഇതുപോലെ 6 ആംഗിളുകളിലേക്ക് മൂവ് ചെയ്യുക. ഒരു മാജിക്കൽ റിസൾട്ട് കിട്ടുന്ന എക്സസൈസ് ആണിത്. ഇഞ്ചുറി ആയ ലെഗ് സെന്ററിൽ ഉറപ്പിച്ചു വെക്കുക. ഇഞ്ചുറി അല്ലാത്ത ലെഗ് കൊണ്ട് 4 ആംഗിളുകളിലേക്കും കാല് മൂവ് ചെയ്യുക. ആദ്യം 45 ഡിഗ്രി, then 90 ഡിഗ്രി, then 135 ഡിഗ്രി, then 180 ഡിഗ്രി എന്നീ 4 ആംഗിളുകളിലേക്കും കാലുകളെ മൂവ് ചെയ്യുക. ഓരോ ദിവസം കഴിയുന്തോറും റേഞ്ച് ഓഫ് മോഷൻ കൂട്ടുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തുടക്കക്കാരാണെങ്കിൽ എവിടെയെങ്കിലും കൈ വന്ന് പിടിച്ചു നിന്ന് വീഴാത്ത രീതിയിൽ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.